ക്ഷേത്ര ദർശന വേളയിൽ നമ്മുടെ ശരീരം അവിടെ നിന്നും ഊർജം സംഭരിക്കും എന്നാണ് വിശ്വാസം. മറ്റുള്ളവരെ സ്പർശിക്കുമ്പോൾ ശരീരത്തിലെ ഊർജത്തിന് കുറവ് സംഭവിക്കുന്നു. ശ്രീകോവിലിൽ കയറി പൂജ ചെയ്യുന്ന ശാന്തിക്കാർ മറ്റുള്ളവരെ സ്പർശിക്കാത്തത് അതുകൊണ്ടാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭക്തരും പരസ്പരം സ്പർശിക്കാതിരുന്നാൽ ഏറെ നല്ലതാണ്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ഗണപതിയെ തുണയേ ഗണേ, അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേ ഗണേ. പമ്പാ ഗണപതിയെ തുണയേ ഗണേ, അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേ ഗണേ. വലം വെച്ചു നാളികേരം ശനിയടിച്ചിറങ്ങുന്നു, വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര, വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര. പമ്പാ ഗണപതിയെ തുണയേ ഗണേ, അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേ ഗണേ. മൂഷികവാഹന മോദക പ്രിയ നിന്നെ തൊഴുതിടുന്നേ ഗണേശ, നിന്നെ തൊഴുതിടുന്നേ. വിഘ്നങ്ങളെല്ലാം തീർത്തു തന്നിടണേ ജ്ഞാന സ്വരൂപനല്ലേ ഗണേശ, നിന്നെ തൊഴുതിടുന്നേ. വീടുവിട്ടു പടിയിറങ്ങി ഞങ്ങൾ വരുന്നു, മുക്തിമാർഗം തേടിയല്ലോ ഞങ്ങൾ വരുന്നു. ശബരിമല വ്രതാനുഷ്ഠാനത്തോടനുബന്ധിച്ച് ഭക്തർ നടത്തുന്ന ഒരു ചടങ്ങാണ് ആഴിയും പടുക്കയും എന്നത്. ദേവതാ പൂജയും ആഴി ജ്വലിപ്പിച്ച് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ ചടങ്ങ്. വെള്ളംകുടി എന്നും ഈ ചടങ്ങ് അറിയപ്പെടുന്നു. മണ്ഡലവ്രതത്തോടനുബന്ധിച്ചാണ് ആഴിയും പടുക്കയും പൊതുവെ കണ്ടുവരുന്നത്. ക്ഷേത്രങ്ങളിൽ വച്ചും വീടുകളിൽ വച്ചും ഈ ചടങ്ങ് നടത്തിവരുന്നു. ആഴി എന്നാൽ തീകുണ്ഠവും പടുക്ക എന്നാൽ നിവേദ്യ വസ്തുക്കളുമാണ്. അവൽ, മലർ, കൽക്കണ്ടം, പഴം തുടങ്ങിയവയ്ക്കാണ് പടുക്ക എന്ന് പറഞ്ഞു വരുന്നത്. ആഴിയും പടുക്കയും എന്ന ചടങ്ങ് പൊതുവെ കണ്ടുവരുന്നത് ദക്ഷിണ കേരളത്തിലാണ്. ഉത്തര കേരളത്തിൽ ഇതിന് സമാനമായ ചടങ്ങാണ് അയ്യപ്പൻ വിളക്ക് എന്നറിയപ്പെടുന്നത്. മണികണ്ഠൻ പന്തളം രാജ്ഞിയുടെ രോഗശമനത്തിനായി പുലിപ്പാല് തേടി വനത്തിലെത്തി. രാത്രി വനത്തിൽ അഗ്നികുണ്ഠമൊരുക്കി മണികണ്ഠൻ ശിവപൂജ നടത്തിയെന്നും അതിന്റെ അനുസ്മരണമാണ് ഈ ചടങ്ങെന്നും ഒരു വിശ്വാസമുണ്ട്. വിശ്വാസം എന്തുതന്നെയായാലും രോഗനിവാരണത്തിനും ഈശ്വരപ്രീതിക്കും വേണ്ടിയാണ് ആഴിയും പടുക്കയും എന്ന ചടങ്ങ് നടത്തിവരുന്നത്. ആഴിയും പടുക്കയും എന്ന അനുഷ്ഠാനത്തിന് മുന്നോടിയായി താൽക്കാലികമായൊരു ക്ഷേത്രം പണിയുക എന്ന ചടങ്ങാണ് നടക്കുക. പാലമരത്തിന്റെ ശിഖരം കൊണ്ട് തൂൺ നാട്ടിയാണ് ഈ താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഭക്തി പുരസരമാണ് ക്ഷേത്രത്തിനുള്ള പാലമരത്തിന്റെ ശിഖരം മുറിക്കുന്നത്. കന്നി അയ്യപ്പനാവണം ശിഖരം മുറിക്കേണ്ടതെന്നാണ് നിയമം. ശരണമന്ത്രം മുഴക്കി മുറിച്ചെടുക്കുന്ന ശിഖരം ഭൂസ്പർശമേൽക്കാതെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തെത്തിക്കുന്നു. 16 അടി സമചതുരത്തിലാണ് താൽക്കാലികമായ ക്ഷേത്രം നിർമ്മിക്കുക. മുറിച്ചെടുത്ത പാലമര ശിഖരം ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ തൂണായി നാട്ടുന്നു. മറ്റു 3 തൂണിനും കവുങ്ങിൻ തടിയാണ് ഉപയോഗിക്കുക. ഈ വിധം കുരുത്തോലയും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നു. കുലവാഴകളും അലങ്കാരത്തിന് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നു. ക്ഷേത്രം പണിതു കഴിഞ്ഞാൽ ദൈവങ്ങളെ കുടിയിരുത്തുക എന്ന ചടങ്ങാണ്. അയ്യപ്പൻ, ഗണപതി, സരസ്വതി, കടുത്തസ്വാമി, വാവർ, മാളികപ്പുറം തുടങ്ങിയ ദേവതകളെ ഇതിൽ കുടിയിരുത്തുന്നു. തുടർന്ന് ഈ ദേവതകൾക്ക് പൂജ നടത്തും. ഈ സമയത്ത് നിവേദിക്കുന്ന പൂജാദ്രവ്യങ്ങളാണ് പടുക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഴി കൂട്ടി
കനൽ കൂമ്പാരമായതിനു ശേഷം പൂജാരി ആഴിപൂജ നടത്തും. ആഴിപൂജയ്ക്ക് ശേഷം അയ്യപ്പന്മാർ വട്ടത്തിൽ ശരണമന്ത്രം ഉച്ചത്തിൽ ഉരുവിട്ട് ആഴിക്ക് പ്രദക്ഷിണം വയ്ക്കും. ശരണമന്ത്രത്തിന് അകമ്പടിയായി ചെണ്ടമേളവും ഉണ്ടാകും. ശരണമന്ത്രം ഉരുവിട്ട് ആഴി പ്രദക്ഷിണം നടത്തുന്ന ഭക്തന്മാരുടെ പ്രദക്ഷിണ ചലനം ഒരു വേള ദ്രുതഗതിയിലാവുന്നു. ദേഹമെന്ന ഭൗതിക യാഥാർത്ഥ്യം വെടിഞ്ഞ് അയ്യപ്പന്മാർ ഉറഞ്ഞുതുള്ളി ആഴിയിലെ കനലുകൾ കൈകൊണ്ടു വാരുകയും കനലിലൂടെ നടക്കുകയും ചെയ്യും. ഇങ്ങനെ വാരിയെടുക്കുന്ന കനലുകൾ പൂവുകളാണ് എന്നതാണ് സങ്കല്പം. ആഴി പ്രദക്ഷിണം കഴിഞ്ഞാൽ അയ്യപ്പൻ ഉറഞ്ഞുതുള്ളി താൽക്കാലികമായി നിർമ്മിച്ച ക്ഷേത്രത്തിലെത്തുന്നു. അവിടെ അയ്യപ്പ സവിധത്തിൽ വച്ചിരിക്കുന്ന വാളെടുത്ത് കുലവാഴ വെട്ടിയിടുന്നു. തുടർന്ന് ക്ഷേത്രത്തിനു മുന്നിലെ ശിലയിൽ കരിക്കുടച്ച് ചടങ്ങ് അവസാനിപ്പിക്കുന്നു. ഈ സമയം പൂജാരി തീർത്ഥവും പ്രസാദവും നൽകുന്നു. തുടർന്ന് ദീപാരാധന നടത്തുകയും ചെയ്യുന്നു. ഇതോടെ ആഴിയും പടുക്കയും എന്ന ചടങ്ങ് അവസാനിക്കുകയായി. ഈ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്ന പതിവുമുണ്ട്. കാലദേശങ്ങൾക്കനുസരിച്ച് ഈ അനുഷ്ഠാനത്തിന് ചില ചെറിയ മാറ്റങ്ങളും കണ്ടുവരുന്നു. അയ്യപ്പ പ്രീതിക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഇത്തരം ചടങ്ങുകൾ മണ്ഡലകാലത്തെ മാത്രം പ്രത്യേകതയാണ് കേരളത്തിൽ. വാവരു സ്വാമിയെ കുടിയിരുത്തിയ എരുമേലിയിൽ ഞങ്ങൾ പേട്ട തുള്ളി മനസ്സ് നിറയ ഭക്തി നുകർന്നു. വാവരു സ്വാമിയെ കുടിയിരുത്തിയ എരുമേലിയിൽ ഞങ്ങൾ പേട്ട തുള്ളി മനസ്സ് നിറയ ഭക്തി നുകർന്നു. ശരണം വിളിക്കുമ്പോൾ ഉള്ളിൽ സ്വാമി മാത്രം ആത്മശാന്തി നിറയുന്നു. ശരണമയ്യപ്പ എന്നിൽ ആത്മശാന്തി നിറയുന്നു. ശരണമയ്യപ്പ. മായാമോഹിനിയാം ഹരിയെ മോഹിച്ചു ശങ്കരൻ ഹരിഹര സുരനായി പിറന്ന സ്വാമി അയ്യപ്പ സ്വാമിയേ. സ്വാമി തിന്തകതോ സ്വാമി ശരണം 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 അയ്യപ്പ നീ ശരണം. അപ്പാച്ചിമേടും കല്ലിടം കുന്നും ശരംകുത്തിയാലും നടന്നു കയറി സ്വാമിയെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്. അപ്പാച്ചിമേടും കല്ലിടം കുന്നും പമ്പയിൽ പിതൃതർപ്പണവും പുണ്യസ്നാനവും നടത്തിയേ മല ചവിട്ടാവൂ. കയറി സ്വാമിയെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്. മകരജ്യോതി കാണാൻ മനസ്സു നിറയ മോഹം. പരുന്തിന്റെ ആഗമനം ശരണമയ്യപ്പ കൃഷ്ണ പരുന്തിന്റെ ആഗമനം. പമ്പാ ഗണപതി കോവിലിൽ വിഘ്നേശ്വരനെ തൊഴുത് കാണിക്കയിട്ട് നാളികേരവും ഉടച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. ശങ്കരൻ ഹരിഹര സുതനായി പിറന്ന സ്വാമി അയ്യപ്പ സ്വാമിയെ മായാമോഹിനിയാം ഹരിയേ. പമ്പാ ഗണപതിയെ വണങ്ങി ഭക്തർ 18 മലകളിൽ ഒന്നായ നീലിമല കയറാൻ തുടങ്ങുന്നു. ശരണമന്ത്രം മുഴക്കി മുന്നോട്ട് നീങ്ങിയാൽ നീലിമല കയറ്റത്തിന്റെ കാഠിന്യം അറിയുകയില്ല തന്നെ. കരിമല കയറ്റത്തിനിടയിൽ അപ്പാച്ചിമേടും കഴിഞ്ഞ് ഭക്തർ ശബരിപീഠത്തിലെത്തുന്നു. ശബരിക്ക് മോക്ഷം കിട്ടിയ സ്ഥലമാണ് ശബരിപീഠം. ശബരിപീഠത്തിൽ നിന്നും യാത്ര തിരിക്കുന്ന ഭക്തർ ശരംകുത്തിയിലെത്തുന്നു. എരുമേലിയിൽ പേട്ട തുള്ളിക്കൊണ്ടുവരുന്ന ശരക്കോലുകൾ ശരംകുത്തിയിൽ നിക്ഷേപിക്കണം. തുടർന്ന് ഭക്തൻ സന്നിധാനത്തിൽ എത്തിച്ചേരുന്നു. സ്വാമി ശരണമപ്പ ചരണം ശരണമപ്പ ചിന്തൂരടി താളമേളമയ്യപ്പ തിന്തകതോ അയ്യപ്പ തിന്തകതോ. സ്വാമി ശരണമപ്പ ചരണം. ഇരുമുടി അഴിച്ച് നാളികേരമെടുത്ത് 18-ാം പടിക്ക് സമീപം നാളികേരം ഉടച്ചു വേണം 18-ാം പടി കയറാൻ. പടി കയറി പൊന്നമ്പലവാസനെ തൊഴുത് കാണിക്കയിട്ട് പ്രാർത്ഥിക്കാം. കന്നിമൂല ഗണപതിയെയും നാഗരാജാവിനെയും തൊഴുത് മാളികപ്പുറം ദർശിക്കണം. മണിമണ്ഡപത്തിൽ തുടങ്ങി
മാളികപ്പുറത്തമ്മയുടെ മുമ്പിലാകണം ദർശനം അവസാനിപ്പിക്കേണ്ടത്. സ്വാമിയപ്പ ശരണമപ്പ, നീ തന്നെ ശരണമപ്പ. പള്ളിവാളും ചിലമ്പൊലിയും ചുവടുവെച്ചു ശരണം പാടി തിരുവാഭരണങ്ങളുമായി ഘോഷയാത്രയായി വരും. പള്ളിവാളും ചിലമ്പൊലിയും ചുവടുവെച്ചു ശരണം പാടി തിരുവാഭരണങ്ങളുമായി ഘോഷയാത്രയായി വരും. മറ്റുള്ളവർ, ക്ഷുദ്രം, ആഭിചാരം എന്നിവയിലൂടെ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വിലപിച്ചു നടക്കുന്ന ചിലരുണ്ട്. ഭീരുക്കളും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരുമാണവർ. ഈശ്വരൻ നിങ്ങളുടെ സംരക്ഷണത്തിനുണ്ടെങ്കിൽ അതിനെ തകർക്കാൻ ഏത് ശക്തിക്കാണ് കഴിയുക? അടിയുറച്ച വിശ്വാസത്തോടെ നിർഭയം ജീവിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.